സെക്കൻഡുകളല്ലേ വേണ്ടി വന്നോളൂ, ഒരു സെക്കൻഡ് അല്ലേ വേണ്ടി വന്നോളൂ. വെള്ളാപ്പള്ളിയും തിരിഞ്ഞു, നായരും തിരിഞ്ഞു, NSSും തിരിഞ്ഞു. ഇപ്പോൾ NSS എന്താ പറയുന്നത്? കോടതിയിൽ സർക്കാർ സ്ത്രീകളെ കയറ്റുന്നതിന് എതിരഭിപ്രായം പറഞ്ഞോണം. അതേ അഭിപ്രായം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും പറയുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് പിണറായിയെ സഹായിക്കാൻ പറ്റുന്നത്? പിണറായിയോട് പറയുകയാണ് സ്ത്രീകളെ കയറ്റരുതെന്നുള്ള അഫിഡവിറ്റ് കൊടുക്കാൻ. നല്ല രസമായിരിക്കും. മാർച്ച് മാസം 7-നും 14-നും ഇടയ്ക്ക് വളരെ രസകരമായ കാര്യമായിരിക്കും നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനും കൊള്ളാം, അതുപോലെ തന്നെ സുകുമാരൻ നായരും കൊള്ളാം. എന്തായാലും നിയമമന്ത്രി രാജീവ് പറഞ്ഞിരിക്കുന്നത് വരട്ടെ, സമയമുണ്ടല്ലോ. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കോടതി അന്ന് പറഞ്ഞതിനൊപ്പം ഞങ്ങൾ നിന്നു, ഇനി എന്ത് പറയണമെന്നുള്ള ഞങ്ങൾ ആലോചിച്ച് പറയാം. വിശാലമായ കാഴ്ചപ്പാടിനനുസരിച്ച് ഞങ്ങൾ സർവാധിപത്യ, ഏകാധിപത്യ, ജനാധിപത്യ, പിന്നെ സർവാധിപത്യ, ഏകാധിപത്യ രീതിയിലുള്ള തീരുമാനം എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ ആർക്കും മനസ്സിലാവാത്ത ഒരു മാർക്സിയൻ താത്വികാടിസ്ഥാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മുഖ്യമന്ത്രി ഇതിൽ മനസ്സ് തുറന്നിട്ടുമില്ല. VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഭക്തര കൂടെയാണ്, കയറ്റാൻ പറ്റത്തില്ല. 50-നും 10-നും 50-നും ഇടയ്ക്കുള്ള വയസ്സുള്ള സ്ത്രീകളെ അവിടെ കയറ്റാൻ പറ്റത്തില്ല. CPM കയറ്റണമെന്ന് ആഗ്രഹമുള്ളവരാണ്, അങ്ങനെ അഫിഡവിറ്റും കൊടുത്തവരാണ്, അങ്ങനെ അനുകൂലമായിട്ടാണ് വിധിയും വന്നത്. പക്ഷേ ഇപ്പോൾ ഇനി ദേവസ്വം ബോർഡ് വിശ്വാസിയായ ജയകുമാറിനെ കൊണ്ട് എന്ത് അഫിഡവിറ്റ് കൊടുപ്പിക്കും കേരള സർക്കാർ എന്നുള്ളത് അറിയാനാണ് നല്ല താല്പര്യം. എന്ത് തന്നെ ആയിരുന്നാലും കേരള സർക്കാർ ആകെ വെട്ടിലാണ് വീണിരിക്കുന്നത്. ആ വെട്ടിൽ വീണപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നൈസായി സ്കൂട്ടായിട്ട് ചാടി. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് അറിയാം ഭക്തര കൂടെ നിന്നില്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാം. NSSനും നായർ സൊസൈറ്റിക്കും നന്നായിട്ടറിയാം, സുകുമാരൻ നായർക്കും. ഭക്തര കൂടെ നിന്നില്ലെങ്കിൽ 5 പൈസയ്ക്ക് ഗുണം കിട്ടത്തില്ല. NSSും കാണത്തില്ല, കരയോഗവും കാണത്തില്ല, SNDPയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. എന്നിങ്ങനെ വളരെ നൈസായിട്ട് നമ്മുടെ സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും പിണറായി ചേട്ടനെ തേച്ചൊട്ടിച്ചു എന്ന് നമ്മൾ നാട്ടിൻപുറത്ത് കുട്ടികൾ പറയും പോലെ തേച്ചൊട്ടിച്ചു പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. ഇനി പിണറായിയുടെ കോർട്ടിലാണ് ബാൾ കിടക്കുന്നത്. എന്ത് ചെയ്യണം? ഗോളടിക്കണോ വേണ്ടയോ, അതേ ബോൾ എടുത്തുകൊണ്ട് ഓടിക്കളയണോ, എന്ത് വേണമെന്ന് പിണറായിക്ക് തീരുമാനിക്കാം. ഗവൺമെൻറ് ഒരു വല്ലാത്ത വെട്ടിലാണ്. അയ്യപ്പൻ്റെ പണിയിൽ ചെന്ന് വിട്ടിരിക്കുന്ന അയ്യപ്പൻ പണിഞ്ഞ് മൂന്നാമത്തെ പണി കൂടി കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യത്തെ ഒരു പണി കൊടുത്തു, അവിടുത്തെ മോഷണം പണി കൊള്ള, രണ്ടാമത് ആഗോള അയ്യപ്പ സംഗമം, മൂന്നാമത് ശബരിമല സ്ത്രീ പ്രവേശനം. എന്തായാലും ഈ ഗവൺമെൻറ്റിനെയും കൊണ്ടേ പോകുമെന്ന് അയ്യപ്പൻ തീരുമാനിച്ചതുപോലെ തോന്നുന്നു. വളരെ ഗുരുതരമായ വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കേരളം ചെന്നെത്തി നിൽക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എടുത്തിരിക്കുന്ന നിലപാടിന് അനുകൂലമായോ പ്രതികൂലമായോ എന്ത് നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ് CPM.